PM ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള നിലപാടിൽ ഉറച്ച വിദ്യാഭ്യാസ വകുപ്പും CPM-ഉം. NEP-യിൽ സംസ്ഥാനത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും PM ശ്രീ പദ്ധതി നടപ്പിലാക്കുക. ചർച്ച കൂടാതെ തീരുമാനമെടുത്തതിൽ CPI നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പുന്നയിക്കും. വിമർശനം LDF ചർച്ച ചെയ്യുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം കേരളം അംഗീകരിക്കില്ലെന്നും ബേബി വ്യക്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഈ NEP അത് കേരളം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ തള്ളിക്കളയുകയാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം വ്യത്യസ്ത പദ്ധതികളിലായി പണം വിനിയോഗിക്കാമെന്നെല്ലാം പറയുമ്പോൾ ഈ NEP അംഗീകരിച്ചുകൊണ്ടല്ല, NEP-യിൽ സംസ്ഥാനത്തിന് വേണ്ടതായ മാറ്റങ്ങൾ ഏതെല്ലാം തരത്തിൽ വരുത്താമെന്ന് നോക്കിക്കൊണ്ടായിരിക്കും ഇത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക. കേന്ദ്ര ഗവൺമെന്റിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ സംസ്ഥാനങ്ങൾക്ക് കുറേയധികം പരിമിതികളുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു എൻഗേജ്മെന്റ് വേണം. ഈ സാഹചര്യത്തെ ക്രിയാത്മകമായിട്ട് ഇടപെട്ട് കൈകാര്യം ചെയ്യണം. അതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും കഴിയും. ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്രമും തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോടും ചേരുന്നുണ്ട്. ആദ്യം തൗഫീഖിലേക്ക്. തൗഫീഖ്, കുറച്ചുകൂടി കാര്യത്തിൽ വ്യക്തത വരുത്തുന്നു, പാർട്ടി നിലപാട് കൃത്യമാക്കുന്നു MA ബേബി. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നിലപാടിൽ എങ്ങനെ ഉറച്ചു നിൽക്കുന്നു? അതന്നെ നിലവിൽ ഉയർന്നു വന്ന വിമർശനങ്ങളിൽ LDF ആ വിഷയത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്യും. ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂവെന്നാണ് ഇപ്പോൾ MA ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ NEP-യുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് സംസ്ഥാനത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും അത് സംസ്ഥാനത്ത് നടപ്പാക്കുക. അതല്ലാതെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത് പോലെ ഒരു നടപ്പാക്കൽ ഒരിക്കലും ഉണ്ടാകില്ല. NEP-യെ പൂർണ്ണമായും എതിർക്കുന്നുണ്ട്. അതിൽ സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അത്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് MA ബേബി പ്രതികരിച്ചിരിക്കുന്നത്. അതല്ലാതെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളം അംഗീകരിക്കുന്ന ഒരു കാരണവുമില്ല എന്നുകൂടി MA ബേബി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണ്. അതുകൊണ്ട് അത്തരമൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകില്ല എന്നുകൂടി ബേബി വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തെ ക്രിയാത്മകമായി നേരിടണം എന്നുള്ളൊരു പ്രതികരണം കൂടി MA ബേബിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. കാരണം കേന്ദ്രത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു സംസ്ഥാനത്തിനും ആകില്ല. കേന്ദ്രത്തെ കൂടി ഒപ്പം കൂട്ടിയാൽ മാത്രമേ സംസ്ഥാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്താൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാരുകൾക്ക് പ്രവർത്തിച്ചു പോകണമെങ്കിൽ ആ കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയാൽ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. അത്തരം ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുകൂടി MA ബേബി പറയുകയുണ്ടായി. ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് വരെ മാധ്യമങ്ങൾ ക്ഷമ കാണിക്കണം. അതിനു മുമ്പേ ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് LDF വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തും. CPI ഉൾപ്പെടെ ഈ വിഷയത്തിൽ എതിർപ്പറിയിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രതികരണം MA ബേബിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ശരി, തൗഫീഖ് വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, NEP അംഗീകരിക്കില്ല എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ചർച്ച നടക്കേണ്ടിയിരിക്കുന്നു. ഏതു തരത്തിലായിരിക്കും സംസ്ഥാനത്തിന്റെ മേൽ PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നതോടെ അത് അടിച്ചേൽപ്പിക്കപ്പെടുക എന്നൊക്കെയുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. തമിഴ്നാട്ടിൽ നമ്മളത് കണ്ടതാണ്, എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ളത്. ഇനി എന്ത് ചർച്ച? ഇല്ലെങ്കിൽ നാളെ ഇപ്പോൾ മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട്. അത് വളരെ നിർണായകമായ യോഗമാണ്. അതിൽ ഏത് തരത്തിലായിരിക്കും ഒരു സമവായത്തിലേക്ക് ഇല്ലെങ്കിൽ CPI-യെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുക CPM? തന്നെ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്ന, അതായത് CPM-നകത്തും CPI-യിലും ഒപ്പം തന്നെ LDF-ലും ഒക്കെ ഉയർന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്, അത് ഈ ആശങ്കയായി നിലനിന്നിരുന്നത് അത് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളത് തന്നെയായിരുന്നു. ഒപ്പം തന്നെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ബോർഡുകൾ ഈ സ്കൂളുകളിൽ വെക്കണം. 60:40 എന്ന അനുപാതത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. സംസ്ഥാന സർക്കാരിന്റെ കൂടി പണം ചെലവഴിച്ച് നടത്തുന്ന പദ്ധതിക്ക് എന്തിന് ഈ പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച ഈ ബോർഡ് വെക്കണം എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. അതിൽ പ്രധാനമായും ഈ വിമർശനമായി ഉയർന്നിരുന്നത് അത് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ചേരാതിരുന്നത്, അതിൽ ഭാഗമാകാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ 1466 കോടിയോളം രൂപ
നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം കൂടി അംഗീകരിക്കണം എന്നുള്ള കൃത്യമായ ബൈലോ ഉള്ള ഒരു പദ്ധതിയിൽ ചേരാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPI ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നത്. പക്ഷേ സാമ്പത്തികമല്ലാതെ എങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ചോദ്യമാണ് മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ CPM-ഉം ഉയർത്തുന്നത്. എന്തായാലും നാളെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഈ വിഷയം ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ തവണ ഈ PM-ശ്രീയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച വന്നപ്പോൾ CPI ശക്തമായ നിലപാടെടുക്കുകയായിരുന്നു. അന്നും LDF ചർച്ച ചെയ്തൊരു സമവായത്തിലെത്തിയ ശേഷം നടപ്പിലാക്കാം എന്നുള്ളതായിരുന്നു. മന്ത്രി ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായൊക്കെ നിരന്തരമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും വഴങ്ങിയിരുന്നില്ല. ഇപ്പോൾ MA ബേബി പറയുന്നത് പോലെ ഈ PM-ശ്രീ പദ്ധതിയിൽ ചേരുക എന്നത് അത് വിദ്യാഭ്യാസ നയം സർക്കാരിന്റെ തീരുമാനത്തിനനുസരിച്ച് മാറ്റി നടപ്പിലാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് നിലവിൽ ആശങ്കയുള്ളത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് ആ ബൈലോയിൽ അങ്ങനെ ചില പൂർണ്ണമായും നടപ്പിലാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമോ നിബന്ധനയോ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരുപക്ഷെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ നേരിട്ട് ദില്ലിയിലെത്തി വിദ്യാഭ്യാസ വകുപ്പ് മേധാവികളുമായും ഒക്കെ ചർച്ച നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശമായിരിക്കും മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷെ CPM മുന്നോട്ട് വെക്കാൻ പോകുന്നത് തന്നെയാണ്.